വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്നതായിരിക്കും ഇന്നത്തെ ഇടയ്ക്ക് നമ്മൾ ദിഗിലിന്റെ ഒപ്പം കോഴിക്കുള്ള കൂട് മേടിക്കാൻ പോവുകയാണ്. ആ കൂട് സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ഇട്ടുകൊണ്ടാണ് മേടിക്കുന്നത്. അത് ഓൾറെഡി 18,000 രൂപ കണ്ടായിരുന്നു. അപ്പൊ അത് അമ്മയ്ക്ക് താല്പര്യമില്ല അത്ര രൂപയ്ക്ക് കോഴിക്കൂട് മേടിക്കാൻ. എന്നാലും കുറച്ചേറെ കോഴിയുണ്ട്. മറ്റേ ആ പെടക്കോഴിയൊക്കെ എല്ലാ മറ്റേ ഫാൻസി കോഴിയുടെ പൊത്തു വരുന്നു. അതിൻ്റെ ബ്ലഡ് ചെറുതായിട്ട് വരാൻ തുടങ്ങി. കാണിച്ചു തരാം. ഈ വണ്ടിക്കകത്ത് കുറച്ച് കുലുക്കുണ്ടെങ്കിലും കുറച്ച് വെയിലടിക്കുമെങ്കിലും നൈസാണ്, തുറന്നിരുന്ന് പോവാം. ഈ വളയെ വിട്ടൊരു തിരിയുണ്ട് അവിടെ ഇരുന്നുണ്ട്. അത് മൈൻഡ് ആയിരുന്നു. അത് ബാക്കി തെറ്റാ. വളയിട്ട് കുറച്ച് ഏറെ തിരിക്കേണ്ടി വരും. അതായത് തിരിയുള്ള വണ്ടി. നമ്മൾ കടയിൽ എത്തിയിട്ടുണ്ട്. കടയിൽ നിന്ന് നമുക്ക് ആ സാധനം എടുത്ത് പുറകിലോട്ട് കയറ്റിയിടാം. അകത്ത് വെച്ചിട്ടുണ്ടോ തോന്നി ചേട്ടാ. ചേട്ടാ ഇവിടെ സാധനം ഇവിടെ വരൂ. ഓ ഫുള്ളും തുടച്ചു വെച്ചല്ലേ. ഇവിടെ നിന്ന് എടുക്കണം അല്ലേ? ഇതാ കൂട്. എങ്ങനെ എടുക്കാനാ? ആ ഓക്കെ ഓക്കെ. അതിപ്പോൾ സാധനമൊക്കെ ഇവിടുന്ന് മാറ്റി അതിന് ഇറക്കണം. ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി പോകുന്നത്. പിടിച്ചിട്ടുണ്ട്. ചിക്കൻ കൂപ്പ് വണ്ടിയുടെ പുറകെ വെച്ചിട്ടുണ്ട്. കുറച്ചേറെ വലിപ്പമുണ്ട്. ആ ബക്കറ്റ് വെള്ളം വീഴാൻ വേണ്ടി. പക്ഷെ അവർക്ക് ഹൈറ്റ് ഇല്ല ഇത് വെള്ളം കുടിക്കാൻ. എന്തായാലും പോവാം. ഞാൻ വീട്ടിൽ എത്താൻ പോവുകയാണ്. അമ്മയുടെ റിയാക്ഷൻ ഉണ്ടോ നമുക്ക് പറയാം. പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം എന്താവും. ഇപ്പൊ എത്തി. അമ്മ എന്ത് പറയാൻ നോക്കട്ടെ. അമ്മയോടുണ്ട്. അമ്മേ ഇങ്ങോട്ട് വരൂ. എന്താണെന്ന് നോക്ക്. എന്താ കാണണ്ടാത്തത്? എനിക്ക് കാണണ്ട. എനിക്കൊന്നും കാണണ്ട. ആ കൂട് വെക്കാനുള്ള സ്ഥലമൊന്നും ഇവിടെ ഇല്ല. എന്തെങ്കിലും കാണില്ല. അമ്മ എങ്ങോട്ട് പോവാ? ഇരുന്നോളൂ അവിടെ. എവിടെയില്ലേ ചെറിയൊരു കൂട്ടിരിക്കുന്നേക്കാട്ടും നല്ല വലിയ കൂട്ടിരിക്കുന്നയാ. എവിടെയെങ്കിലും കൊണ്ട് വെക്കാനാ? അമ്മ പറ. സ്ഥാനം നോക്കണ്ടേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തോട് അമ്മ എവിടെ വെക്കണ്ട പറ. ഇവിടെ ആപ്പടെ മനുഷ്യർക്ക് താമസിക്കാതെ കിളിക്കൂടും. കോഴിക്കൊരു അമ്മ കലിപ്പിലാണ്. നോക്കി നല്ലത് വന്ന് എവിടെ വെക്കണമെന്ന് ഡിസൈഡ് ചെയ്താൽ മതി. എനിക്ക് വേണ്ടി ഇവിടെ അത്രയ്ക്ക് വലിയ വീടില്ലേ. ഇവർക്ക് വേണ്ടി എടുക്കത്തെ വലിയ വീട് ആരും ഇരിക്കട്ടെ. ബംഗ്ലാവിലൊക്കെ താമസിക്കട്ടെ. എന്തായാലും എൻ്റെ ലോൺ സാങ്ഷൻ ആയിട്ട്. അപ്പോൾ നമുക്ക് സ്ഥലം സെറ്റാക്കാം. സ്ഥലം ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ സെറ്റാണ്. അത് ലോൺ ആയി കഴിഞ്ഞാൽ പൊക്കും. ലോൺ ആയില്ലേ. ഞാൻ ലോൺ കിട്ടിയില്ലെങ്കിലും എനിക്ക് ആ ഫുൾ ക്യാഷ് കൊടുത്ത് മേടിക്കാനുള്ളത് ഞാൻ 1-2 വർഷത്തിൽ ഉണ്ടാക്കും. പക്ഷേ എന്ത് ചെയ്യാനാ, 2 വർഷം സമയമില്ല. സ്ഥലം ഇനിമേ പോകും. താഴെ വെക്കാൻ വേണ്ടി ചേട്ടൻ എന്തേ ഇഷ്ടിക പെറുക്കുന്നു. ഫ്രണ്ട് ഇവിടെയാ മുട്ട വരുന്നത്. ഫുഡ് കൊടുക്കുന്ന ഇവിടെയാ. അതാണോ ഫ്രണ്ട്? അപ്പൊ തിരിച്ചാണ് നോക്കണ്ടേ? ആ നമ്മൾ ഈ ഭാഗത്തായിട്ട് വെക്കാം. അമ്മയ്ക്ക് അങ്ങനെ ഇൻപുട്ട് ഇല്ലതിനകത്ത് ഹിസ്റ്ററിയെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കുറച്ച് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ കറക്റ്റായി. ഇപ്പോൾ കറക്റ്റാണെന്നോ? കറക്റ്റാ. എവിടെ സല്ലല്ലേ? എനിക്കറിയത്തില്ല. നോക്കിക്കോണ. അപ്പൊ ഇത് അടുത്ത ദിവസമാണ്. നമ്മൾ വലിയ കോഴികളെല്ലാം ഈ വലിയ കൂട്ടിലിട്ടു. ചെറിയവരെ ആ ചെറിയ തന്നെ ഇട്ടു. ഞാൻ കാണിച്ചു തരാം. ഇവിടെ പുറത്ത് വിടാനുള്ള സമയം അത് വേറെ കാര്യം. നമ്മുടെ വൈറ്റ് റൂസ്റ്റർ അവിടെ ഇരിക്കുന്നതാണ്ടാ. പൂവൻകോഴി. അവൻ കുത്താറില്ല. അവൻ്റെ താടി ഇങ്ങനെ ചുരണ്ടി കൊടുത്താൽ ഇഷ്ടമാണെന്നാണ് ഞാൻ തോന്നുന്നത്. പക്ഷെ കൊടുക്കുക ദൂരത്ത് കണ്ട. ഈ പ്ലാറ്റ്ഫോമത്തിൽ ഇത് കൊത്തുമെന്ന് തോന്നുന്നു. കൊത്തും കണ്ട. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ കമ്പിയുടെ പൊക്കത്ത് നിൽക്കുമ്പോൾ ഇവന്മാരുടെ കാലിൽ എന്തെങ്കിലും വേനമല്ലായിരിക്കും. കൊത്താൻ നടക്കും ഇത്. അപ്പൊ ഇവിടെ താഴത്തായിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവന്മാർക്ക് അപ്പൊ ഇരിക്കാൻ പറ്റും. എന്തായാലും ഇവന്മാരെ നമുക്ക് പുറത്തിറക്കാം. അതിന് മുമ്പ് ഞാൻ ചെറിയവന്മാരെ കാണിക്കാം. ചെറുത് ഇവിടെയാണ്. അതേണ്ട് ബോയ്സ്. അവിടെ ചെറിയ കോഴികൾ അവിടെ ഇരിപ്പുണ്ട്. 2 എനിമീസും ഉണ്ട്. ഇവന്മാർ എപ്പോഴെങ്കിലും പുറത്തൊരെണ്ണത്തിനെ കിട്ടിയാൽ അപ്പം റാഞ്ചാന്നും പറഞ്ഞിരിക്കുക. ഇവർ പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇവർ നല്ല സെറ്റായിട്ട് ഓടുന്നുണ്ട്. അവനെ കൊത്താൻ തുടങ്ങിയായിരുന്നു. വലുതായി എടുത്ത് മാറ്റിയത്. അവൻ്റെ ചിറകായിട്ട് കുറേ കൊത്തി. ഇവൻ കുറച്ച് ഫാൻസി ആയതുകൊണ്ട് അവന്മാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവനെ ചിറ കൊടുക്കണ്ടത് അവിടെ ആയിട്ട് കൊത്തുമായിരുന്നു. മറ്റവന്മാരെല്ലാം കൂടി ഇരുന്നിട്ട്. അപ്പം പെടയും പൂവനും 2 പേരും കൊത്തുമായിരുന്നു. ഇവരെ പുറത്തിറക്കണം, അവരെ പുറത്തിറക്കണം. എല്ലാവരെയും പുറത്തിറക്കാനാ. എല്ലാവരും ആക്കി കഴിഞ്ഞാൽ ഇവിടെ ആക്രമിക്കാൻ കുറേ ആൾക്കാരുണ്ട്. ഒരെണ്ണം. വേറൊരു വലുത്. ഒരെണ്ണം വേറെ. പിന്നെ ഏതൊരുത്തിന് വേറെ കണ്ടുകൂടിയുണ്ട്. അമ്മമാരാദ്യം പുറത്തിറക്കാം. കമോൺ റൂസ്റ്റർ. ഇവനെന്ത് പേര് കൊടുക്കുമെന്ന് പറയാം കേട്ടോ. റൂസ്റ്റർ ആവറത്ത്. അവൻ പറന്ന് പുറത്ത് പോകുമില്ലേ നമുക്ക് നോക്കാം കേട്ടോ. കമോൺ. Yeah, you can do it. Yes. Come on, rest of you. Get out. Come on, boys, rest of you. Hey, another rooster. A pink rooster, come here. You guys have to get out. Come on. One by one. Get it moving, man. കിണ്ടി പുറത്തിറങ്ങൂ. കിണ്ടി അവന് മാത്രം പുറത്തിറങ്ങിയാൽ മതി. കമോൺ ഗെറ്റ് ഔട്ട്. അടുത്ത ആൾക്കാർ ഇറങ്ങടോ. വെയിലടിക്കാറ എനിക്ക് വേണ്ട. അവൻ വന്ന് വേണ്ട. അവൻ ഇറങ്ങിപ്പോ വേണ്ട. എൻ്റെ കൂട്ടുകാരനവിടെ 2 റൂം പോവാനാ. നിങ്ങൾ ടെൻഷൻ അടിക്കും. ഇങ്ങോട്ട് ഇറങ്ങ്. അവിടെ കിടന്ന് കറങ്ങണ്ട. ഇങ്ങോട്ട്.
ബാ 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 ഡേ 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 ഇങ്ങോട്ട്. ആഫ്രിക്കൻ ഗ്രേ ഒക്കെ വെക്കുമെന്ന് പറഞ്ഞ് ഞാനാണ് ഇപ്പത്തെ കോഴീനെ. ബാ 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 ഇങ്ങോട്ട് ബാ. വലിയ കൂടുണ്ട്, പൊട്ടന്മാർക്ക് മനസ്സിലാവുന്നുമില്ല, അമ്മമാർ കേൾക്കത്തൊന്നുമില്ല. നീ എവിടെ കയറിയിരിക്കുക? അമ്മമാർക്കും പുറത്തിറങ്ങണം. കമോൺ കമോൺ യു ഗൈസ് ഗെറ്റ് ഔട്ട്. ഓക്കെ കമോൺ കമോൺ ഗെറ്റ് ഔട്ട്. ഇറങ്ങ് ഇറങ്ങ്. ആ പോട്ടെ 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 പോട്ടെ. അടുത്ത ആള് ഇറങ്ങടേ ഇറങ്ങടേ. ആ കമോൺ 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 കമോൺ. നിങ്ങളുടെ ആക്രമിക്കാൻ നേരത്തെ കിടക്കാം. അത് തലക്കിട്ട് കൊടുത്ത്, അത് തലക്കിട്ട് കൊടുത്ത്. ജാഗ്രത. ചെറിയന്മാരുടെ കൂടെ ശ്രദ്ധിച്ചാൽ മതി, വലിയന്മാരെ ഒന്നും അടി ചെയ്യത്തില്ല. അവൻ കൊത്തി കിട്ടുള്ളൂ. മറ്റേ ഇവര് സ്വന്തമായിട്ട് അകത്തോട്ട് കയറുന്ന പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണല്ലോ. തിരിച്ച് കയറി. നിങ്ങളുടെ ഇവിടെ നോക്കി നിൽക്കണം ഞാൻ, അല്ലെങ്കിൽ പൂച്ച എടുത്തോണ്ട് പോകും. കമോൺ ബോയ്സ് ഗെറ്റ് ബാക്ക് ഇൻ. കുറെ നേരം അതിനില്ല, നിങ്ങൾക്ക് അകത്ത് പോവാം. അകത്ത് കയറ്. കമോൺ ഉള്ളിലോട്ട് കയറ്. ഓരോ ആൾക്കാരകത്തോട്ട് പോവുക. ഓ അവനെന്താ അവിടെ വിളി ചത്തുപോയെ? ഇത് ടാസ്ക് കേട്ടോ. ബുദ്ധിമുട്ടാ, പക്ഷെ അകത്ത് കയറ്റിയവരെ എക്സ്ട്രാ പണിയാണല്ലോ എനിക്ക്. നീ വലിയവരെ എങ്ങനെ പിടിക്കാനാണ്? ആക്രമിക്കാൻ എന്തേ എനിമീസ് നിൽക്കുന്നു. നിന്നെ കൊണ്ടൊന്നും നടക്കത്തില്ലടാ. ഇവിടുന്ന് വിട്, ഞാനും നോക്കട്ടെ നീ എന്ത് ചെയ്യുന്നു. ഓ ക്ഷീണിച്ച അവര് പിന്നെയും കൈ കിട്ടി. ഇവന്മാരെനിക്ക് തോന്നുന്നില്ല ഈ ടാസ്ക്. നിന്നെ അകത്ത് കൊണ്ടുപോട്ടെ ഞാൻ. ഇനി 3 എണ്ണം കൂടെ. യെസ് കിട്ടി. അടുത്തതിന് ഞാൻ പറഞ്ഞു അവന്മാർ ഈസി കാണുന്നു. ആ രണ്ടിനും ടാസ്ക് ആയിരിക്കും. ഒരു മൂലക്കിട്ട് പിടിക്കുക. യെസ് യെസ്. നോ കരയേണ്ട ആവശ്യമൊന്നും ഇല്ല, ഞാൻ പൊക്കൊണ്ട് പോവുക. കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ ഇത്. ഇവനെ എപ്പോഴും കിട്ടാൻ പാട്. ഇവനല്ല ഇവള്. കമോൺ. ഫ്രണ്ടിന്ന് ബാ ബാ ബാ. ഇങ്ങോട്ടോ അങ്ങോട്ട് കയറണ്ട. തിരിച്ചകത്ത് കയറാനുള്ള ബുദ്ധി ഉണ്ടാ ഇവന്. കേറിക്കോ. ആ കേറിക്കോ. ഇവിടെ തുറന്നിരിക്കുന്നു. യെസ് ബോയ്സ് ലെറ്റ്സ് ഗോ. ഒരാളെ പിടിച്ചിട്ട് ബാക്കി പുറകെ മനസ്സിലായി. ബോയ്സ് ഒരു പാർട്സിൽ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ പാർട്സിൽ വന്ന് അതിനകത്ത് ജിമ്മിന്റെ ഡ്രസ്സൊക്കെയാണ്. അതൊക്കെ ഇട്ടച്ഛൻ ജിമ്മിൽ പോണതിന് മതി. ഏട്ടാ 30 ദിവസത്തേക്ക് ഞാൻ പറയുന്ന ഫുഡ് മാത്രം. അച്ഛന് വല്ലതും പറ്റിപ്പോയാലും ഞാൻ സഹിച്ചു. ഞാൻ പറയുന്ന ഫുഡ് മാത്രം. അതൊന്നും ചൂടൊന്നും അല്ല, അഡിഡാസിന്റെ ഷർട്ടാണ്. ഇതിന് ചൂടൊന്നും ഇല്ല. ജിമ്മിന് പറ്റിയതേ. പുറകെ 3 വരെ മുമ്പിൽ 3 വരെ ബാക്കിൽ. പിന്നെ അത് ജോക്കിയുടെ ഒരു പാൻറ്. അപ്പോൾ ജോക്കിയുടെ പാൻറ്റും ഷർട്ടും ഇനി ഒരു ഷൂവും കൂടി വരും. അത് കഴിഞ്ഞിട്ട് 30 days ട്രാൻസ്ഫോർമേഷൻ. കേട്ടല്ലേ ബോയ്സ്? അപ്പം അച്ഛന് 30 days ട്രാൻസ്ഫോർമേഷൻ ചെയ്യിപ്പിക്കണില്ലെന്ന് കമൻറ്റിൽ പറയുക കേട്ടോ. അച്ഛന് ഷൂവും കൂടി വരട്ടെ. അത് 30 days ഞാൻ ട്രെയിൻ ചെയ്ത് 6 pack ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. 30 ദിവസം 6 pack അച്ഛൻ ചെയ്യത്തില്ല. വേറെ കാര്യം, നമുക്ക് 6 pack വരെ പോവാം. ഇത് 3ാമത്തെ ദിവസമാണ് വ്ളോഗിൻ്റെ. അതാണ് ഞാൻ പിന്നെയും കോഴിയുടെ കാര്യം പറയാൻ പോകുന്നത്. മറ്റേ വലിയ കോഴികളെയൊക്കെ ഇപ്പോൾ തുറന്നു വിട്ടിരിക്കുക കേട്ടോ. അവന്മാരുടെ KG വെച്ചിട്ടില്ല. അവന്മാരൊക്കെ ഈ പൂച്ചകളെയൊക്കെ കൊത്തി വിടുന്നത്. അവൻ പൂവനൊക്കെ അവൻ്റെ ടെൻഷനില്ല. അമ്മയ്ക്ക് ഏണി വെച്ച് കൊടുക്കണം എന്നല്ലേ അവൻ കയറിയാത്തോട്ട്. അവന്മാർ പോയി കുത്തട്ടമ്മേ അവനെ. അവരുടെ ഫുഡ് കഴിക്കുന്നവൻ ഇരുന്നിട്ട് പട്ടിക്കുള്ളം കയറിയിരിക്കും അവന്മാര്. അവിടെ തെങ്ങ് കയറ്റക്കാരാ. ഇവിടെ ഫുള്ള് ആൾക്കാരാണല്ലോ. അപ്പൊ എന്തേ കുറച്ച് പിള്ളേര് കാണാൻ വന്നു. അവര് പേര് പറയുന്നോ? നിവേദ്യ, ദേവു, ഭാനു, ഭാവിൻ. അതു ബോയ്സ് അവള് വ്ലോഗ് ചെയ്യുന്നതാണ് ഇനി കേട്ടാ.
പറ എന്തെങ്കിലുമൊക്കെ. നീ വ്ലോഗ് ചെയ്യുന്നല്ലേ പറഞ്ഞത്, പറ. ആ വ്ലോഗ് ചെയ്ത് കാണിക്ക്. നീ സംസാരിച്ചോ അത് ക്യാമറ നോക്കിട്ട്. നാണിക്കാ പറ. നീ ക്യാമറ നോക്കി പറ, നിനക്ക് ഇഷ്ടമുള്ള പറ. ഞാൻ വ്ലോഗ് ഇന്ന പറയാൻ വേണ്ടിയാണ്. ഇനി അർജുനമ്പിയുടെ വീട്ടിൽ വന്ന് അങ്ങനെ പറ. ബാക്കി ഇതേ അർജുനമ്പി മുമ്പിൽ നിൽക്കുന്നു, തിരിച്ചു വിടി. അങ്ങനെയാണോ ഇങ്ങനെ പിടിച്ചാ എന്നെ കിട്ടുന്നുണ്ട്. തിരിച്ചു വിടി. പറ, തലയിലോട്ട് വെച്ച്. പറ. ഇതാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്ന. പറ, കുഴപ്പമില്ല. നീ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള. എന്തോ വേണ്ട, ഇയാളെ ചോദിക്കാൻ പോകുന്നു. എന്തോ വേണ്ട, എന്ത് ഫുഡ് വേണം? ഒന്നും ഇല്ലേ? എന്ത് വേണം കഴിക്കാം? എന്ത് കഴിക്കണം എന്ന് പറ. സൈലന്റ് ആയി പോയാ. ഗ്യാസ് ഉണ്ടോ അവിടെ? അതെ, ഞാൻ മറന്നു പോയത്. എങ്ങനെയായിരുന്നു? ഞാൻ മറന്നുപോയി കേട്ടോ. ഇവരെന്നെ ഇതിങ്ങനെയായിരുന്നു. ഇങ്ങനെയല്ലായിരുന്നല്ലോ, ഇങ്ങനെയായിരുന്നു. ഇതാണ് ഏത് ജിമ്മില? ഞാൻ അശ്വിൻ എന്ന് പറഞ്ഞ ജിമ്മില. ടൗണില് കായത്തിന്റെ അവിടെ ഉള്ള. അതെ, മേടിക്കാനാണെങ്കിൽ നമുക്ക് ടൗണിലോട്ട് പോകേണ്ടി വരും. ആയിരുന്നാ? നിങ്ങളാരും വിടത്തില്ലേ? അത് കൊള്ളാം. ഇവിടുന്ന് ഇനി എവിടുന്ന് മേടിക്കാനാ? അവിടെ സൈഡിൽ ആക്കട മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് പോവാ. ഞാൻ പിന്നെയും ഞാൻ പറയുന്ന കാര്യം മാറ്റി ചെയ്തോണ്ടിരിക്കുക. ഒരു പ്രാവശ്യം ട്രൈ ചെയ്തില്ലേ, അത് സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ ചെയ്യാ. എന്താ മേടിക്കേണ്ടത് പറയും ചേട്ടാ. ഇവർക്ക് എന്താന്ന് വെച്ചാൽ മേടിച്ചല്ല തന്നേക്ക് ചേട്ടാ. ജ്യൂസ് കിട്ടും ഇവിടെ? പറ. 2 എടുത്തോ. നിങ്ങൾക്ക് എന്താ വേണ്ട? എന്താ വേണ്ട പറ. ബിസ്ക്കറ്റ് കഴിക്കാനോ? എന്തായാലും മേടിക്കും, കുഴപ്പമൊന്നുമില്ല. ഇതെന്താണ്? ഫാൻറ്റയോ? നിനക്ക് വേണം, നീ മേടിക്ക്. പറഞ്ഞോ. എന്താ ബണ്ണാ? മേടിച്ചോ. നീ ആർക്കെന്താ വേണ്ട? ഇനി ആരാളും കൂടി ഉണ്ടോ? ഇവൾക്കും കൂടി ഉണ്ടല്ലോ. ചേട്ടാ ആ ഡാർക്ക് ഫാൻറ്റസിയും കൂടി. ഒരു ബണ്ണും ബിസ്ക്കറ്റാണ് മേടിച്ചത്. എന്ത് പിടിച്ചായിരുന്നു? പ്രയത്തിനെ പിടിക്കാൻ നോക്കിയടാ. പക്ഷെ എൻ്റെ ഒരു കൂട്ടുകാരൻ മാത്രമേ പേടിച്ചുള്ളൂ, ഞാൻ പേടിച്ചില്ല. റിയലുള്ള ആളാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരുത്തന്നെ എന്തോ ഒക്കെ കണ്ടെന്നേ ഉള്ളൂ, ഞാൻ കണ്ടില്ല. രാത്രി അല്ലായിരുന്നു, എന്ത് ഇരുട്ടത്ത് എങ്ങനെ കാണാം. അപ്പോൾ ഇതിപ്പോൾ അവരുടെ എക്സാമാണ്, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഏത്തിയസ്റ്റിൻ്റെ വാക്ക് ദൈവം കേൾക്കുമെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കാൻ എന്താണ് വിറ്റായിരുന്നു. കുഴപ്പമില്ല. പിള്ളേരെന്തെങ്കിലും ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന അവിടെ ചെയ്തേക്കണം. ഇതെനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇതിന് ബിഗർ പർച്ചേസ് ഐ എം നോട്ട് ഗോണ ഡു. ഓക്കെ, ബിഗർ പർച്ചേസ് ഞാൻ കുറച്ചേറെ ലക്ഷങ്ങൾ വെറുതെ കൊടുത്തു എനിക്ക് തോന്നുന്നുണ്ട്. വേറെ സംഭവം.